സിനിമയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ട്വിസ്റ്റിലാണ് സിനിമ തന്നെ ഇരിക്കുന്നത്. ലളിതമായി ഈ സിനിമയുടെ വൺ ലൈൻ പറയുകയാണെങ്കിൽ ഒരേ ഒരു കൊലപാതകമാണ്. ആ കൊലപാതകം ആര് ചെയ്തു? അതായത് വർഗീസ് എന്ന് പറയുന്ന ഒരാൾ പരിമള ഫാമിലിയിലെ മധു എന്ന് പറയുന്ന പെൺകുട്ടിയെ വൺ സൈഡായി പ്രണയിക്കുന്നു. മധുവിന് ആ പയ്യന് ഒട്ടും ഇഷ്ടമല്ല. ഇടയ്ക്കിടെ അവൻ വീടിനടുത്ത് വന്ന് വഴക്കുണ്ടാക്കാറുണ്ട്. ഒരു ദിവസം അവളുടെ അച്ഛൻ നിന്നെ കൊല്ലാതെ വിടില്ല എന്ന് പറഞ്ഞതായി ആ വീട്ടിലുള്ള എല്ലാവരും പറയുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ദിവസം വർഗീസ് മരിച്ചു കിടക്കുന്നു. ഇപ്പോൾ വർഗീസിനെ ആര് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് അവരുടെ കുടുംബത്തിനുള്ളിൽ തന്നെ ഒരു ആശയക്കുഴപ്പം. ഇവിടെ ജയറാമിന് പരിമള എന്നാണ് പേര്. എന്നാൽ ഉർവശിയുടെ പേര് സ്വതന്ത്ര എന്നുമാണ്. സ്വതന്ത്ര ദിനത്തിൽ ജനിച്ചതുകൊണ്ട് അവർക്ക് സ്വതന്ത്ര എന്നാണ് പേരിട്ടത്. പരിമളയ്ക്കും സ്വതന്ത്രയ്ക്കും 2 പെൺകുട്ടികളുണ്ട്. മൂത്ത മകളുടെ പേര് പരാശക്തി, ഇളയ മകളുടെ പേര് മധുമിത. പരിമളയുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പിശുക്കുള്ള ഒരു ഫാമിലിയാണ്. പരിമള IAS IPS പഠിക്കുന്നവരുടെ കോച്ചിങ് ടീച്ചറായി ജോലി ചെയ്തു വരികയാണ്. സ്വതന്ത്ര ഹൗസ് വൈഫാണ്. 2 പെൺകുട്ടികളും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫാമിലി താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. ഈ ഫാമിലിയുടെ ഹൗസ് ഓണർ ഇവരിൽ നിന്നും വാടകയും കറണ്ട് ബില്ലും വാങ്ങിയെടുക്കുന്നതിനിടയിൽ പെടുന്ന പാട് ചെറുതല്ല. അതുമാത്രമല്ല, ഇവർ പതിവായി ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ എപ്പോഴും മോട്ടോർ ഓൺ ചെയ്തിടും. അത് ഓഫ് ചെയ്യാൻ മറന്നുപോകും. അതിലും പ്രത്യേകിച്ച് നമ്മുടെ പരാശക്തി, അതായത് മൂത്ത മകളുണ്ടല്ലോ, അവളാണ് ഈ പണി എപ്പോഴും ഒപ്പിക്കുന്നത്. ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ബന്ധം പറയുകയാണെങ്കിൽ 2 പേരും കോളേജിൽ പഠിക്കുകയാണ്. വീടിനുള്ളിൽ നോക്കിയാൽ ഇവർ ഭയങ്കര ശത്രുക്കളാണ്. ഒരാൾക്ക് മറ്റേയാളെ ഒട്ടും കണ്ടുകൂടാ. എപ്പോഴും വഴക്കോട് വഴക്കാണ്. ഇത് കണ്ട് പരിമള ഒരേ ഒരു ഉപദേശമാണ് നൽകുന്നത്. മക്കളെ, നിങ്ങൾ സാധാരണ രീതിയിൽ വഴക്കിടുന്നത് നിർത്തൂ. വായ കൊണ്ട് പറയേണ്ടതില്ല. നീ അരിവാളെടുക്കൂ, നീ കത്തിയെടുക്കൂ. 2 പേരും റോഡിൽ നിന്ന് അടിപിടി കൂടി പരസ്പരം വെട്ടിമരിക്കൂ. അപ്പോഴെങ്കിലും എനിക്ക് സമാധാനം കിട്ടുമല്ലോ എന്ന് അവരുടെ അച്ഛൻ പറയാറുണ്ട്. ഒരു ചെറിയ കുടുംബം, എപ്പോഴും തല്ലുകൂടുന്ന ഒരു കുടുംബവുമാണ് ഈ പരിമള ഫാമിലി. ആഹാരം പാകം ചെയ്യുന്ന കാര്യത്തിൽ പോലും ഈ വീട്ടിൽ വലിയ തർക്കങ്ങളാണ്. അതിലും ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ അവരുടെ അമ്മ, അതായത് നമ്മുടെ സ്വതന്ത്ര, വളരെ ട്രിക്കി ആയിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. അതെങ്ങനെയെന്നാൽ എല്ലാവർക്കും 9 മണിക്ക് ഭക്ഷണം വേണോ, 8:30 വേണോ, അതോ 8 മണിക്ക് വേണോ എന്ന് ചോദിക്കും. ഇതെന്താ പുതിയ കാര്യമെന്ന് നിങ്ങൾക്ക് തോന്നാം. അവിടെയാണ് ചെറിയൊരു ട്വിസ്റ്റ്. അതെന്താണെന്ന് വെച്ചാൽ 9 മണിക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പാകം ചെയ്യും. അത് 8:30 വേണമെങ്കിൽ ആരെങ്കിലും 2 പേർ എന്നെ സഹായിച്ചാൽ മതി. അതേസമയം 8 മണിക്ക് നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ എല്ലാവരും ചേർന്ന് എന്നെ സഹായിക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം എന്നൊരു കോൺസെപ്റ്റ് അവർ കൊണ്ടുവരുന്നു. അതിനുശേഷം എല്ലാവരും സമ്മതിച്ച് ഒന്നിച്ച് ജോലി ചെയ്ത് 8 മണിക്ക് തന്നെ ഭക്ഷണം കഴിക്കാറുണ്ട്. അങ്ങനെ ഇവരുടെ ദൈനംദിന ജീവിതം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് മുന്നോട്ട് പോകുന്നത്. പിശുക്കരാണെങ്കിലും ഇവരുടെ ജീവിതത്തിൽ സന്തോഷത്തിനൊട്ടും കുറവുണ്ടായിരുന്നില്ല. ഒരു കുടുംബത്തിനുള്ളിൽ അച്ഛൻ, അമ്മ, മക്കൾ എന്നതിലുപരി നല്ലൊരു സൗഹൃദത്തിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലെങ്കിൽ ആ സിനിമയുടെ കഥ മുന്നോട്ട് പോകില്ലല്ലോ. അങ്ങനെ ആ കുടുംബത്തിലേക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നയാളാണ് ഈ സിനിമയിലെ വില്ലനായ വർഗീസ്. ഈ വർഗീസ് വേറെ ആരുമല്ല, നമ്മുടെ സാൻഡി മാസ്റ്ററാണ്. ഇതിനുശേഷമാണ് സിനിമയുടെ പ്രധാന കോൺസെപ്റ്റ് ആരംഭിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർഗീസ് പരിമള കുടുംബത്തിലെ 2ാമത്തെ മകളായ മധുമിതയെ വൺ സൈഡായി പ്രണയിക്കുകയാണ്. വർഗീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ ഒരു ഡ്രഗ് ഡീലറാണ്. അതുമാത്രമല്ല ആ ഏരിയയിലെ വലിയൊരു റൗഡി കൂടിയാണ്. അവന്റെ പേര് കേട്ടാൽ തന്നെ ഭയപ്പെടാത്ത ആളുകളില്ല. ചെറുപ്പത്തിൽ തന്നെ അവന്റെ അച്ഛനെ ആരോ കൊലപ്പെടുത്തിയതായിരുന്നു. അതിന് പകരം വീട്ടാനായി വർഗീസ് വളർന്നു വന്നതിന് ശേഷം അവനെ കൊന്നു തള്ളി. അവന്റെ പേരിൽ ഏകദേശം 20-30ഓളം കേസുകളുണ്ട്. അതുകൂടാതെ ചെറിയ കുട്ടികൾക്ക് വരെ അവൻ ഡ്രഗ്സ് സപ്ലൈ ചെയ്യാറുണ്ട്. വർഗീസിനെ കുറിച്ച് പറയാൻ ഇത്രയൊക്കെയാണുള്ളത്. എന്നാൽ മധുമിതയ്ക്ക് വർഗീസിനെ ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ നിന്നെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ വർഗീസ് മധുമിതയുടെ പുറകെ നടന്ന് അവളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ദിവസം അവളുടെ അച്ഛന്റെ ശ്രദ്ധയിൽപ്പെടുകയും അവന്റെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന് കരുതി അദ്ദേഹം വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം വർഗീസ് നേരിട്ട് പരിമളയുടെ വീട്ടിലേക്ക് വന്ന് മധുമിതയെ ശല്യം ചെയ്യാൻ തുടങ്ങുന്നു. ഇതൊന്നും ശരിയല്ല തമ്പി, നീ ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞ് നമ്മുടെ പരിമളയും വർഗീസിനെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് താക്കീത് ചെയ്യുന്നത്. എന്നാൽ അതൊന്നും വർഗീസ് കേൾക്കുന്നില്ല. ഇവർ എന്തോ ഒരു ബ്രാഹ്മണ കുടുംബം പോലെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ആരുടെയും പ്രശ്നങ്ങൾക്ക് പോകരുത്, ആരുടെയും വമ്പിന് പോകരുത്, നമ്മുടെ കാര്യം നമ്മുടെ കുടുംബം എന്ന് വിചാരിക്കുന്നവരാണ്. നമ്മൾ ഇപ്പോൾ തന്നെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഈ വീട് പോലും നമുക്ക് നഷ്ടപ്പെടും. യോഗി ബാബു നമ്മളെ ഇറക്കിവിടും എന്ന് കരുതിയാണ് വർഗീസിനോട് വളരെ സോഫ്റ്റായി സംസാരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് വരുന്ന നമ്മുടെ പരാശക്തി സാധാരണക്കാരിയല്ല. ആരാ അവൻ പുതിയതായി വീടിന് മുന്നിൽ വന്ന് ബഹളമുണ്ടാക്കുന്നത് എന്ന് ചോദിച്ച് ആ ശബ്ദം കേട്ടുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നു. അപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലാകുന്നത്. ഇവൻ മധുമിതയെ വൺ സൈഡായി പ്രണയിക്കുന്നയാണെന്ന്. വീടിനുള്ളിൽ പോയി ഹാൻഡ് ബാഗ് വെച്ചിട്ട് തിരികെ പുറത്തേക്ക് വരുന്നത് ഒരു പെൺകുട്ടിയായല്ല, ഒരു റൗഡിയെ പോലെയാണ്. നൈറ്റി ഒന്ന് മടക്കി കുത്തി എന്റെ വീടിന് മുന്നിൽ വന്ന് എന്റെ അച്ഛനോട് എതിർത്ത് സംസാരിക്കുന്നോടാ എന്ന് പറഞ്ഞ് വർഗീസിന്റെ മുഖത്ത് ഒരൊറ്റ കുത്ത്. വർഗീസ് ആകെ തകർന്നു പോകുന്നു. ഇവൾ പെണ്ണാണോ അതോ രാക്ഷസിയോ എന്ന് പറഞ്ഞ് ആ തെരുവിലുള്ള എല്ലാവരും ഭയങ്കരമായി ഞെട്ടി നിൽക്കുകയാണ്. നമ്മുടെ ഹൗസ് ഓണർ യോഗി ബാബു പോലും കടുത്ത ആഘാതത്തിലാണ്. ഇവളുടെ അച്ഛൻ എത്രയോ ഭേദമായിരുന്നു. അച്ഛൻ എത്ര സോഫ്റ്റ് ആയിട്ടാണ് സംസാരിച്ചിരുന്നത്. എന്നാൽ ഇവൾ ഇത്രയും വയലന്റ് ആയിട്ടാണോ പെരുമാറുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു. ഇനി നീ ഇവിടെ നിന്നാൽ നടക്കുന്നത് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞ് പരാശക്തി വർഗീസിനെ ഭീഷണിപ്പെടുത്തി അയക്കുന്നു. എന്റെ മേൽ തന്നെ കൈവച്ച്
വെച്ചല്ലേ, എന്റെ ഏരിയയ്ക്ക് വരാതിരിക്കില്ലല്ലോ. എന്നാലും മധുമിത എനിക്കുള്ളതാണ്. നിന്നെ ഞാൻ ചുമ്മാ വിടില്ല, മധുമിതയെ ഞാൻ വെറുതെ വിടില്ല എന്ന് അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി അവൻ പോകുന്നു. വീടിനുള്ളിൽ വന്ന പരിമലയും കുടുംബവും സംസാരിക്കാൻ തുടങ്ങുന്നു. ഇവൻ കാരണം നമുക്കിനി പ്രശ്നമേ ഉണ്ടാകൂ. അതുകൊണ്ട് ഈ പ്രശ്നം ഒരു തീരുമാനത്തിലെത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് മധുമിത അച്ഛനോട് ചോദിക്കുന്നു. അതിന് പരിമല മകളെ നോക്കി, മധുമിത, നീ വർഗീസിനെ പ്രണയിക്കുന്നുണ്ടോ മോളെ എന്ന് ചോദിക്കുന്നു. അയ്യോ അച്ഛ, അവനെപ്പോലെ ഉള്ളവനെ ആരെങ്കിലും പ്രേമിക്കുമോ? അവനും അവന്റെ ആളുകളും അവന്റെ മുടിയും അവനെ കാണുമ്പോൾ തന്നെ എനിക്കിഷ്ടമല്ല. അവൻ ഞാൻ കോളേജിൽ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പോലീസിൽ പോയി പരാതി നൽകിയാലോ എന്നൊക്കെ അവൾ പറയുന്നു. ഇല്ല, പോലീസ് എന്നൊക്കെ പറഞ്ഞു പോയാൽ അവൻ വലിയ സ്വാധീനമുള്ളവനാണ്. നമുക്ക് തന്നെയാണ് പ്രശ്നം. അവനെ വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പരിമലയും ചിന്തിക്കുന്നു. അതെ അതെ, അവന് എന്തെങ്കിലും ചെയ്യണം എന്ന് സ്വാതന്ത്ര്യവും പറയുന്നു. മറുഭാഗത്ത് പരാശക്തി ചോദിക്കുന്നു, എന്തെങ്കിലും ചെയ്യുകയോ അതോ അവനെ കൊലപ്പെടുത്തുകയോ ചെയ്യാമോ? കൊലപ്പെടുത്താമെന്നോ എന്ന് പരിമല ചോദിക്കുന്നു. ഉടനെ സ്വതന്ത്രയും പറയുന്നു, എനിക്ക് വരുന്ന ദേഷ്യത്തിന് അവനെ കൊല്ലണമെന്നാണ് എനിക്കും തോന്നുന്നത്. അങ്ങനെ ഈ 4 പേരും വീടിനുള്ളിലിരുന്ന് വർഗീസിനെ കൊലപ്പെടുത്തുന്നതിനെ കുറിച്ച് സംസാരിച്ച് അന്ന് രാത്രി ഉറങ്ങാൻ തീരുമാനിച്ചു. സീൻ കട്ട് ചെയ്താൽ അടുത്ത ദിവസം ദീപാവലിയാണ്. എല്ലാവരും പടക്കം പൊട്ടിച്ച് സന്തോഷത്തോടെ ആഘോഷിക്കുകയാണ്. അച്ഛൻ പടക്കം വാങ്ങി വരും എന്ന് കരുതി മധുമിതയും പരാശക്തിയും കാത്തിരിക്കുകയാണ്. എന്നാൽ അച്ഛൻ പടക്കപ്പെട്ടി ഒന്നും വാങ്ങി നൽകാതെ വെറും 1/4 കിലോ മധുരപലഹാരം മാത്രം വാങ്ങി നൽകുന്നു. എന്താ അച്ഛാ, ഒരു 1000 രൂപ ചെലവാക്കി പടക്കം വാങ്ങി തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷത്തോടെ പൊട്ടിക്കാമായിരുന്നില്ലേ എന്ന് അവർ ചോദിച്ചപ്പോൾ പരിമല ഒരു കഥ പറയുന്നു. ഇപ്പോൾ നമ്മൾ 1000 രൂപ കൊടുത്ത് പടക്കം വാങ്ങി പൊട്ടിച്ചാൽ അത് വെറുതെ വേസ്റ്റ് ആയി പോകും. അതേസമയം ഈ 1/4 കിലോ സ്വീറ്റ്സും എടുത്ത് ടെറസ് മുകളിൽ പോയിരുന്ന് മറ്റുള്ളവർ പൊട്ടിക്കുന്ന പടക്കം നോക്കിക്കണ്ട് അത് നമ്മൾ തന്നെ പൊട്ടിക്കുന്നതാണെന്ന് ഭാവനയിൽ കണ്ട് ഈ മധുരം കഴിച്ചാൽ എങ്ങനെയുണ്ടാകും എന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആ സ്വീറ്റ്സ് ബോക്സുമായി ടെറസിലേക്ക് പോകുന്നു. അവിടെ പൊട്ടുന്ന പടക്കങ്ങളെല്ലാം കണ്ട് സ്റ്റാറ്റസും സ്റ്റോറിയും ഇടാൻ ഫോട്ടോ എടുക്കാൻ മക്കളോട് പറയുന്നു. ഇപ്പോൾ നോക്കൂ, നമ്മൾ പണം ചെലവാക്കാതെ തന്നെ ഏകദേശം 20,000 രൂപയുടെ പടക്കം കണ്ട് ആസ്വദിച്ചു. ഇത് നല്ലതല്ലേ എന്ന് അച്ഛൻ പറയുന്നു. അച്ഛൻ പിശുക്കനാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ അളവിൽ പിശുക്കനാണെന്ന് അറിയില്ലായിരുന്നു. അച്ഛനെ ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു എന്ന് മക്കൾ പറയുമ്പോൾ അമ്മയും അച്ഛനെ വഴക്കു പറയാൻ തുടങ്ങുന്നു. ശരി ശരി, പടക്കം കണ്ടത് മതി, നമുക്ക് ക്ഷേത്രത്തിൽ പോയി വരാം എന്ന് പറഞ്ഞ് കുടുംബത്തോടെ ക്ഷേത്രത്തിൽ പോകുന്നു. തിരികെ വരുമ്പോൾ റോഡിൽ വലിയൊരു ജനക്കൂട്ടം നിൽക്കുന്നത് കാണുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആരോ ഒരാൾ മരിച്ചു കിടക്കുന്നു എന്ന് ആളുകൾ പറയുന്നു. ശരി, ദീപാവലി ദിവസമായിട്ട് ആരാണെന്ന് നമുക്കും പോയി നോക്കാം എന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ അതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അവിടെ മരിച്ചു കിടക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ വർഗീസാണ്. അത് കണ്ട ഉടനെ കുടുംബത്തിന് ആകെ ഭയമാകുന്നു. കാരണം ഇന്നലെ രാത്രിയാണ് അവനെ എങ്ങനെ കൊലപ്പെടുത്താം എന്ന് നമ്മൾ സംസാരിച്ചത്. എന്നാൽ ഇന്ന് അവൻ മരിച്ചു കിടക്കുന്നു. ഈ കൊലപാതകം ആര് ചെയ്തു എന്ന് പറഞ്ഞ് ഈ കുടുംബത്തിനുള്ളിൽ തന്നെ പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. അച്ഛൻ 2 മക്കളെയും നോക്കി, നിങ്ങളാണോ ഈ കൊലപാതകം ചെയ്തത് എന്ന് ചോദിക്കുന്നു. മക്കൾ അച്ഛനെ നോക്കി, അച്ഛൻ കൊലപ്പെടുത്തിയതാണോ എന്ന് ചോദിക്കുന്നു. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ചോദിക്കുന്നു. ഒരു കുടുംബത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു സംശയമോ എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ശരി ശരി, ഇവിടെ വെച്ച് ഒന്നും സംസാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി സംസാരിക്കുന്നു. പറയൂ, ആരാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന് പരിമള വളരെ രഹസ്യമായി ചോദിക്കുന്നു. അയ്യോ അച്ഛാ, ഞാനൊരു കൊലപാതകം ചെയ്തിട്ടില്ല. കൊലപാതകം ചെയ്യാനുള്ള ശേഷിയൊന്നും എനിക്കില്ല. ഞാൻ വെറുതെ വായോണ്ട് പറയുന്നതേ ഉള്ളൂ എന്ന് പരാശക്തി പറയുന്നു. എനിക്ക് മധുമിതയുടെ മേലാണ് സംശയം. കാരണം അവസാനം നമ്മൾ സംസാരിച്ചപ്പോൾ വർഗീസിനെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തണമെന്ന് അവൾ വളരെ സ്ട്രോങ് ആയി പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അവളുടെ മേലാണ് സംശയം എന്ന് മൂത്ത മകൾ പറയുമ്പോൾ, ഇല്ല അച്ഛാ, ഞാൻ കൊലപ്പെടുത്തിയിട്ടില്ല. ഞാൻ കൊലപ്പെടുത്തിയാൽ നിങ്ങളോട് പറയില്ലേ എന്ന് മധുമിതയും പറയുന്നു. അപ്പോൾ പിന്നെ ആരാണ് ഈ കൊലപാതകം ചെയ്തത്? എനിക്ക് നിങ്ങളുടെ അമ്മയുടെ മേലാണ് സംശയം. നമ്മൾ ഇന്നലെ ക്ഷേത്രത്തിൽ പോയി വരുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ ജ്യേഷ്ഠൻ ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് പരിമല പറയുന്നു. മാമൻ ചെന്നൈയിൽ നിന്ന് വന്നോ എന്ന് മക്കൾ ചോദിക്കുമ്പോൾ, അതെ, ഇന്നലെ നിങ്ങളുടെ അമ്മയും അനിയനെയും ഞാൻ കണ്ടു. അവൻ തന്നെയാണ്. പക്ഷേ അവന്റെ കൂടെ വേറെ ആരോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അതാരാണെന്ന് എനിക്കറിയില്ല എന്ന് പരിമള മക്കളോട് പറയുന്നു. സ്വതന്ത്ര, നീയാണോ ഈ കൊലപാതകം ചെയ്തത്? നിന്റെ അനിയനെ വെച്ച് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുന്നു. അയ്യോ, കൊലപാതകമോ? അതൊക്കെ ഞാൻ ചെയ്യുമോ? അത്രയ്ക്കുള്ള ധൈര്യമൊന്നും എനിക്കില്ല. എന്നോട് വെറുതെ ചോദിക്കരുത് എന്ന് അവരും ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ ഈ കൊലപാതകം ആര് ചെയ്തു എന്നറിയാതെ അവർക്കുള്ളിൽ തന്നെ വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. കഥയുടെ മറുഭാഗത്ത് വർഗീസിന്റെ അമ്മയെ കാണിക്കുന്നു. വർഗീസിന്റെ അമ്മ വലിയൊരു റൗഡിയാണ്. എന്റെ മകനെ കൊന്നത് ആരാണെന്ന് ഞാൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അവർ പോലീസിനെയും സ്റ്റേഷനെയും ഒക്കെ സമീപിച്ച് നടക്കുകയാണ്. മറ്റൊരു വശത്ത് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ കാണിക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ മിഷ്കിനാണ്. മിഷ്കിൻ ഈ സിനിമയിൽ ഒരു ഇൻസ്പെക്ടറാണ്. വർഗീസിന്റെ കൊലപാതക കേസ് അന്വേഷിക്കുന്ന നമ്മുടെ മിഷ്കിനാണ്. അവന്റെ കൊലപാതകം കണ്ടെത്തുന്നതിനായി അദ്ദേഹം അന്വേഷണം ആരംഭിക്കുന്നു. അവന്റെ കൂടെ ആരൊക്കെയാണ് സൗഹൃദം പുലർത്തിയിരുന്നത് എന്ന് ആദ്യം അന്വേഷിക്കുന്നു. അപ്പോഴാണ് വർഗീസിന്റെ സുഹൃത്തുക്കളെല്ലാം ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. വർഗീസ് ആരാണ്? അവൻ എന്താണ് ബിസിനസ് ചെയ്യുന്നത്? അവന്റെ പിന്നിലുള്ള മാഫിയ എന്താണ് എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. വർഗീസ് ഒരു ഡ്രഗ് ഡീലറാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഒരു വശത്ത് ഇൻസ്പെക്ടർ മിഷ്കിൻ ഈ കേസ് അന്വേഷിച്ച് പ്രതിയെ തിരഞ്ഞു നടക്കുമ്പോൾ മറുഭാഗത്ത് ഈ കൊലപാതകം ചെയ്തത് ആരാണെന്നറിയാതെ ആ കുടുംബം ഭയന്നു കഴിയുകയാണ്. തങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും തന്നെയാണോ ഇത് ചെയ്തത് എന്ന ഭയത്തിലാണ് അവർ.
ഇന്ന് തന്നെ ഇതിന്റെ ഒരു തീരുമാനമുണ്ടാക്കണം എന്ന് കരുതി അന്ന് രാത്രി പരിമല കുടുംബത്തെ ഒരുമിച്ചിരുത്തി ഈ കൊലപാതകം ചെയ്തത് ആരാണെന്ന് വിശദമായി ചോദിക്കാൻ തുടങ്ങുന്നു. ആദ്യം പരിമല മധുമിതയിൽ നിന്ന് ആരംഭിക്കുന്നു. പറയൂ, വർഗീസിനെ നീയാണോ കൊലപ്പെടുത്തിയത്? നിനക്കും വർഗീസും തമ്മിൽ എന്താണ് ബന്ധം? അച്ഛാ, ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവൻ എന്നെ പിന്നാലെ നടന്ന് പ്രേമമാണെന്ന് പറയുകയായിരുന്നു. അതല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്ന് ദേഷ്യത്തിൽ അവനെ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കൊലപാതകം ചെയ്യാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല എന്ന് അവൾ പറയുന്നു. രണ്ടാമത് പരാശക്തിയോട് ചോദിക്കുന്നു. അന്ന് അവൻ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം നീ അവനെ പോയി കണ്ടിരുന്നോ ഇല്ലയോ? ഇല്ല, ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ കൊലപ്പെടുത്തിയിട്ടില്ല. അവനും എനിക്കും യാതൊരു ബന്ധവുമില്ല എന്ന് അവളും പറയുന്നു. അടുത്തതായി നമ്മുടെ സ്വതന്ത്രയോട് ചോദിക്കുന്നു. നീ നിന്റെ ജ്യേഷ്ഠനെ വെച്ച് അവൻ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വർഗീസിനെ കൊന്നുകളയതാണോ? അയ്യോ, അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് അവർ പറയുന്നു. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് നിന്റെ ജ്യേഷ്ഠൻ ചെന്നൈയിൽ നിന്ന് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അവൻ എന്തിനാണ് വന്നതെന്ന് അവർ ഒഴിഞ്ഞു മാറുന്നു. അപ്പോഴാണ് പരിമള ഒരു കാര്യം കുടുംബത്തോട് പറയുന്നത്. അവസാനമായി വർഗീസ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്കാണ്. അതുകൊണ്ട് ഈ തെരുവിലുള്ള ആളുകൾ നമ്മളെ ഒറ്റിക്കൊടുക്കും. നമ്മളാണ് കൊലപാതകം ചെയ്തതെന്ന് പോലീസ് കരുതും. പോലീസ് വന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേപോലെ തന്നെ മറുപടി പറയണം, ഞാൻ ഈ കൊലപാതകം ചെയ്തിട്ടില്ല എന്ന്. പാപനാശം സിനിമ കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ പറയണം. ഉടനെ സ്വതന്ത്ര പറയുന്നു. എനിക്ക് പാപനാശം സിനിമയെക്കുറിച്ചൊന്നും ഓർമ്മയില്ല. നമുക്ക് വേണമെങ്കിൽ കുടുംബത്തോടെ ഇരുന്ന് ഒന്നുകൂടെ ആ സിനിമ കാണാം. ഇവളെ വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കോപത്തോടെ പരിമള പറയുന്നു. എങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് വീണ്ടും ആ സിനിമ കാണാൻ കുടുംബത്തോടെ ഒരുമിച്ചിരിക്കുന്നു. ഈ കഥയുടെ ഒഴുക്കിൽ ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയാൻ ഞാൻ വിട്ടുപോയി, ക്ഷമിക്കണം. അതാരാണെന്ന് വെച്ചാൽ ചിട്ടു. ഈ ചിട്ടു ആരാണെന്ന് വെച്ചാൽ നമ്മുടെ പരാശക്തി പ്രണയിക്കുന്ന പയ്യനാണ്. ഈ ചിട്ടു കഥയിൽ വലിയ പ്രാധാന്യത്തോടെ വരുന്നില്ലെങ്കിലും ഈ ചിട്ടുവിന് പിന്നിൽ ഒരു കഥയുണ്ട്. ക്ലൈമാക്സിൽ ഞാൻ പറയാം. അത് പറയുമ്പോൾ ഇയാൾ ആരാണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഇവർ ആ പാപനാശം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇന്റർവെൽ ആകുന്നു. സീൻ കട്ട് ചെയ്താൽ പോലീസ് വന്ന് പരിമലയുടെ വീടിന് മുന്നിൽ നിൽക്കുന്നു. പക്ഷേ പോലീസ് ഒന്നും ചോദിക്കാതെ അവിടെ നിന്ന് തിരികെ പോകുന്നു. ഈ കൊലപാതകം ചെയ്തത് ആരാണെന്നറിയാതെ കുടുംബത്തിനുള്ളിൽ തന്നെ സംശയിച്ചിരിക്കുന്ന പരിമള ഫാമിലി മറുഭാഗത്ത് ഈ കൊലപാതകം എങ്ങനെയെങ്കിലും തെളിയിക്കണമെന്ന് കരുതി വലിയ പ്രഷറിലുള്ള മിഷ്കിൻ, മറ്റൊരു വശത്ത് മകനെ നഷ്ടപ്പെട്ട വർഗീസിന്റെ അമ്മ, ഇങ്ങനെ 3 പേരും ഒരു വൃത്തത്തിനുള്ളിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് പരിമലയെ കാണിക്കുന്നു. പരിമലയുടെ ചേച്ചി ഹോസ്പിറ്റലിൽ സീരിയസ് ആയി കിടക്കുകയാണെന്ന് അറിഞ്ഞ് അദ്ദേഹം പാലക്കാട്ടേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം നാട് പാലക്കാടാണ്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് അവർ മരണപ്പെട്ടു എന്ന്. ഉടനെ തന്നെ തന്റെ കുടുംബത്തെയും അങ്ങോട്ട് വരാൻ പരിമല ആവശ്യപ്പെടുന്നു. അവരും അങ്ങോട്ട് യാത്രയാകുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് എല്ലാവരും പരിമലയ്ക്ക് വലിയൊരു ട്വിസ്റ്റ് നൽകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ പരിമലയ്ക്ക് ഒരു അനിയനുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ സിംഗംപുലിയാണ്. നമ്മുടെ സിംഗംപുലിയും സ്വതന്ത്രത്തിന്റെ അനിയനും ചേർന്ന് തന്നെയാണ് വർഗീസിനെ കൊലപ്പെടുത്തിയത് എന്നൊരു ചെറിയ ഷോക്ക് അവർ നൽകുന്നു. ഈ വാർത്ത കേട്ട ഉടനെ പരിമള ആകെ തരിച്ചു പോകുന്നു. എന്ത്, നിങ്ങളാണോ കൊലപാതകം ചെയ്തത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഈ കൊലപാതക കാര്യം ചേച്ചിക്ക് അറിയാമോ എന്ന് സിംഗപ്പുലി ചോദിക്കുമ്പോൾ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഈ കൊലപാതകം ചെയ്തത് എന്ന് പറഞ്ഞ് വലിയൊരു ഷോക്ക് നൽകുന്നു. ഡേ, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്താണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാമനും മച്ചാനും ചേർന്ന് പരിമലയോട് കാര്യങ്ങൾ പറയുന്നു. ചേച്ചി 2 ദിവസം മുമ്പ് എന്നെ ഫോൺ ചെയ്തിരുന്നു. വർഗീസ് എന്ന് പറയുന്നവർ മോളെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ്. അതിനാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. ഇവിടെ വന്ന് അവനെ ഭീഷണിപ്പെടുത്താമെന്ന് കരുതിയാണ് വന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ അവൻ എന്നെ അടിക്കാൻ തുടങ്ങി. ഞാൻ അവനെ അടിച്ചു. അങ്ങനെ അവിടെ കയ്യാങ്കളിയായി. ആ ദേഷ്യത്തിൽ മച്ചാൻ അവനെ ലൈറ്റ് ആയിട്ടൊന്ന് തള്ളിവിട്ടു. അവൻ പോയി ഒരു കല്ലിന്മേൽ തട്ടി തലയടിച്ചു വീണു. അവിടെ കല്ലുണ്ടെന്ന് ഞങ്ങൾക്ക് അങ്ങനെ അറിയാം. അങ്ങനെ ആ കല്ലിൽ തട്ടി വീണവൻ മരിച്ചുപോയി. ഞാൻ ഇതിനെന്ത് ചെയ്യാനാണ് എന്ന് ലളിതമായി കഥ പറഞ്ഞു തീർക്കുന്നു. ഇത് കേട്ട് പരിമള ഞെട്ടി നിൽക്കുന്നു. ഒരു കൊലപാതകം ചെയ്തിട്ട് ഇത്രയും കോമഡി ആയിട്ടാണോ കഥ പറയുന്നത്? നിൽക്കൂ, ചേച്ചിയുടെ ശവസംസ്കാരം കഴിഞ്ഞ് നിങ്ങളെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ചടങ്ങുകളെല്ലാം നടത്തുന്നു. എന്നാൽ സ്വതന്ത്രത്തിന് പരിമലയുടെ ചേച്ചിയുടെ മരണത്തിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം തനിക്ക് 2 പെൺകുട്ടികൾ ജനിച്ചപ്പോൾ അവർ വന്ന് കാണുക പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ കുടുംബത്തോട് വലിയ താല്പര്യമില്ലാതെയാണ് അവർ പോയത്. വീടെല്ലാം പൂട്ടി അവർ പോയത് കണ്ട് ഹൗസ് ഓണർക്ക് സംശയം തോന്നുന്നു. ഒരു വശത്ത് വർഗീസ് മരിച്ചു കിടക്കുന്നു. 2 ദിവസം മുമ്പാണ് ഇവർ അവനെ കൊലപ്പെടുത്തുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്തത്. ഇന്ന് അവൻ മരിച്ചു കിടക്കുമ്പോൾ ഇവർ പെട്ടെന്ന് കുടുംബത്തോടെ വീട് പൂട്ടി പോകുന്നു. എനിക്ക് വലിയ സംശയമുണ്ട് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ആ സമയത്ത് മിഷ്കിൻ പോലീസുകാരുമായി അങ്ങോട്ട് വരുന്നു. ഇതാണോ പരിമലയുടെ കുടുംബം? ഈ കുടുംബത്തിലുള്ളവർ എവിടെ എന്ന് യോഗി ബാബുവിനോട് ചോദിക്കുന്നു. എന്താ സാർ, അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് യോഗി ബാബു മിഷ്കിനോട് ചോദിക്കുന്നു. അവർ തെറ്റൊന്നും ചെയ്തില്ല. ഒരു 3 കൊലപാതകം ചെയ്തിട്ടുണ്ട്. എന്ത്, 3 കൊലപാതകമോ? അല്ല, 2 കൊലപാതകം. എന്ത്, 2 കൊലപാതകമോ? അല്ല, 1 കൊലപാതകം. നീ എന്താ എന്നോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്? അവർ കൊലപാതകം ചെയ്തിട്ടുണ്ട്, അവരെ ചോദ്യം ചെയ്യണം എന്ന് പോലീസ് പറയുന്നു. അപ്പോഴാണ് യോഗി ബാബു പറയുന്നത്, സാർ, ഞാനാണ് ഈ വീടിന്റെ ഹൗസ് ഓണർ. ഇവരിൽ നിന്ന് 3 മാസത്തെ വാടക വാങ്ങിയെടുക്കാൻ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കൊലപാതക കേസ് എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വലിയ ഷോക്കാണ്. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഉടനെ മിഷ്കിൻ പറയുന്നു, പരിമലയെ ഫോൺ ചെയ്യൂ. അദ്ദേഹം പരിമലയെ വിളിക്കുന്നു. എന്നാൽ പരിമല ഫോൺ എടുക്കുന്നില്ല. മറുഭാഗത്ത് സ്വതന്ത്രയെ വിളിക്കുന്നു. അവരും ഫോൺ എടുക്കുന്നില്ല. അവർ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തതെന്ന് വെച്ചാൽ എപ്പോഴും മോട്ടോർ ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യാതെ പോകാറുള്ളത് കൊണ്ട് യോഗി ബാബു അതിന് വഴക്കു പറയാൻ വിളിക്കുകയാണെന്ന് കരുതിയാണ് അവർ ഫോൺ എടുക്കാത്തത്. ഒടുവിൽ പരിമല യോഗി ബാബുവിന്റെ ഫോൺ എടുക്കുന്നു.
അപ്പോൾ അദ്ദേഹം പറയുന്നു, എൻ്റെ ചേച്ചി മരണപ്പെട്ടു, അതുകൊണ്ട് ഞാൻ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. യോഗിബാബു പരിമലയോട് കാര്യം പറയുന്നു. നിന്നെ തിരിഞ്ഞ് പോലീസ് വന്നിട്ടുണ്ട്, നീ എന്തോ കൊലപാതകം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഉടനെ തന്നെ ഇവിടെ വന്ന് ആ കേസൊക്കെ തീർത്ത് ഈ വീട് ഒഴിഞ്ഞു തരണം സ്വാമി. ദാ വരുന്നു വരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെക്കുന്നു. ഒരു വശത്ത് മിഷ്കിൻ ഈ കൊലപാതകത്തെക്കുറിച്ച് മുഴുവൻ അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1-2 ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇപ്പോൾ പരിമല ഫാമിലി പാലക്കാട്ടിൽ നിന്ന് തിരികെ ചെന്നൈയിലെത്തിയിട്ടുണ്ട്. ചെന്നൈയിലെത്തിയ ഉടനെ യോഗിബാബു വന്ന് ഉടൻ തന്നെ ഈ വീട് ഒഴിഞ്ഞു തരണം എന്ന് ആവശ്യപ്പെടുന്നു. ഈ കേസ് ഒന്ന് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പോയിക്കോളാം എന്ന് പരിമല പറയുന്നു. മറ്റൊരു വശത്ത് മിഷ്കിൻ പരിമലയുടെ കുടുംബം തിരിച്ചെത്തിയെന്നറിഞ്ഞ് അവരെ ചോദ്യം ചെയ്യാനായി വന്നുണ്ട്. മറ്റൊരു വശത്ത് വർഗീസിന്റെ അമ്മ വിചാരിക്കുന്നു, ആ മധുമിത വന്നിട്ടുണ്ടോ, അവളെ ചോദ്യം ചെയ്താൽ മാത്രമേ എൻ്റെ മകന്റെ മരണത്തിന് കാരണം എന്താണെന്ന് അറിയാൻ സാധിക്കൂ എന്ന് കരുതി അവരും വരുന്നു. ആ സമയത്താണ് മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നത്. മധുമിത കോളേജിലേക്ക് പോകുന്ന വഴിക്ക് വർഗീസിന്റെ അമ്മ അവളെ തടഞ്ഞു നിർത്തുന്നു. എൻ്റെ മകനെ നീ തന്നെയല്ലേ കൊലപ്പെടുത്തിയത്? അപ്പോൾ അവൾ സത്യം പറയുന്നു, നിങ്ങളുടെ മകനെ ഞാൻ കൊലപ്പെടുത്തിയിട്ടില്ല, എനിക്കും നിങ്ങളുടെ മകനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ മകൻ തന്നെയാണ് എൻ്റെ പിന്നാലെ നടന്ന പ്രണയമാണെന്ന് പറഞ്ഞത്. എന്ത്, അവൻ നിന്നെ പ്രണയിച്ചെന്നോ എന്ന് ചോദിച്ച് വർഗീസിന്റെ സുഹൃത്ത് അവന്റെ അമ്മയുടെയും മധുമിതയുടെയും മുന്നിൽ വെച്ച് വലിയൊരു സത്യം വെളിപ്പെടുത്തുന്നു. അതായത് വർഗീസ് മധുമിതയെ ഒരു സൈഡിൽ ശല്യം ചെയ്യുകയായിരുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ വർഗീസ് പ്രണയിച്ചിരുന്നത് ഗോമതി എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയായിരുന്നു. ഇവർ ഇപ്പോൾ പുതിയൊരു കഥാപാത്രത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഗോമതിയാണ് വർഗീസിനെ പ്രണയിച്ചിരുന്നത്. വർഗീസും ഗോമതിയെ പ്രണയിച്ചിരുന്നു, എന്നാൽ ഇവർ തമ്മിൽ വഴക്കുണ്ടായതുകൊണ്ട് രണ്ടുപേരും പിരിഞ്ഞു പോയതായിരുന്നു എന്ന് വർഗീസിന്റെ സുഹൃത്ത് അവന്റെ അമ്മയോടും മധുമിതയോടും പറയുന്നു. ഇത് കേട്ട ഉടനെ രണ്ടുപേർക്കും വലിയ ഷോക്കാകുന്നു. കാരണം മധുമിത വിചാരിച്ചിരുന്നത് വർഗീസ് താൻ കാരണമാണ് മരിച്ചത് എന്ന വിഷമത്തിലായിരുന്നു. എന്നാൽ വർഗീസ് തന്നെ വെറും ഒരു സൈഡ് ട്രാക്ക് ആയിട്ടാണ് കണ്ടിരുന്നത് എന്നറിഞ്ഞപ്പോൾ അത് അവളുടെ പ്രസ്റ്റീജ് പ്രോബ്ലമായി മാറുന്നു. ഉടനെ മധുമിത വർഗീസിന്റെ അമ്മയോട് പറയുന്നു, ദയവ് ചെയ്ത് എൻ്റെ വീട്ടിൽ വന്ന് വർഗീസ് എന്നെ പ്രണയിച്ചിരുന്നില്ല എന്ന് പറയുന്നത് ഇതെന്റെ പ്രസ്റ്റീജ് പ്രോബ്ലമാണ് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ വർഗീസിനെ കൊന്നത് ആരാണെന്ന് ഉടൻ തന്നെ കണ്ടെത്തണമെന്ന് കരുതിയിരിക്കുകയാണ്. ഇതിനിടയിൽ വർഗീസിന്റെ അമ്മയും കൊല്ലപ്പെടുന്നു. അവന്റെ അമ്മയെ കൊന്നത് ആരാണെന്ന് കണ്ടെത്താൻ മിഷ്കിൻ അന്വേഷണം ആരംഭിക്കുന്നു. എന്നാൽ ഇവിടെയാണ് മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നത്. മിഷ്കിന്റെ അസിസ്റ്റന്റായ സബ് ഇൻസ്പെക്ടർ ഹയർ ഓഫീസറെ ഫോൺ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നു. മിഷ്കിൻ ഈ കേസ് കൊണ്ടുപോകുന്ന രീതി ശരിയല്ല, ഈ കേസ് അദ്ദേഹം ഡീപ്പായി അന്വേഷിക്കുന്നില്ല, വളരെ മേലോട്ടമോ അന്വേഷിക്കുന്നുള്ളൂ, എന്താണെന്ന് അന്വേഷിക്കണം എന്ന് മിഷ്കിനെ കുറിച്ച് പരാതി പറയുന്നു. അപ്പോഴാണ് എനിക്കും മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്. എന്തുകൊണ്ടാണ് മിഷ്കിൻ ഈ കേസ് ഡീപ്പായി കൊണ്ടുപോകാത്തത്? കാരണം എല്ലാ തെളിവുകളും ഉണ്ട്. വർഗീസ് അവസാനമായി സംസാരിച്ചത് മധുമിതയുടെ കുടുംബത്തോടാണ്. അവരെ ശല്യം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അവർ തങ്ങളുടെ ഡിഫൻസിനായി അവനെ കൊലപ്പെടുത്തിയേക്കാം എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും പോയി ഇതുവരെ ചോദ്യം ചെയ്തില്ലല്ലോ എന്ന് സബ് ഇൻസ്പെക്ടർ സംശയിച്ച് ഹയർ ഓഫീസറോട് പറയുന്നു. ശരി, ഞാൻ മിഷ്കിനോട് സംസാരിക്കാം എന്ന് ഹയർ ഓഫീസറും പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. മറ്റൊരു ദിവസം ജാമി ജോർജ് നിക്കോളാസ് എന്ന മറ്റൊരു കഥാപാത്രത്തെ കാണിക്കുന്നു. അയാൾ ഒരു റൗഡിയാണ്. ഇയാൾക്കും വർഗീസിനും തമ്മിൽ നേരത്തെ തന്നെ ശത്രുത ഉണ്ടായിരുന്നു എന്നും ഇവർ തമ്മിൽ അടിപിടി കൂടിയിട്ടുണ്ടെന്നും ഒരുപക്ഷെ ഇയാളായിരിക്കാം വർഗീസിനെ കൊലപ്പെടുത്തിയത് എന്നും പോലീസ് ഒരു ചെറിയ ക്ലൂ ലഭിക്കുന്നു. വർഗീസിന്റെ അച്ഛനെ കൊലപ്പെടുത്തിയതിന് പകരം വീട്ടാനായി 20 വർഷങ്ങൾക്ക് ശേഷം നിക്കോളാസിന്റെ അച്ഛനെ വർഗീസ് കൊലപ്പെടുത്തിയിരുന്നു. അതിന് പ്രതികാരം വീട്ടാനായിരിക്കാം വർഗീസിനെ അവൻ കൊന്നത് എന്ന് സംശയിച്ച് അവനെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നു. അവൻ 2 ദിവസം കടലിലും 2 ദിവസം വീട്ടിലുമായി കഴിയുന്നവനാണ്. അവന്റെ മേൽ സംശയമുള്ളതുകൊണ്ട് അവൻ വീട്ടിൽ വന്ന ഉടനെ അവരെ പിടിച്ചു കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നു. അതിനുശേഷമാണ് മിഷ്കിൻ ഒരു തീരുമാനത്തിലെത്തുന്നത്. അടുത്ത ദിവസം മിഷ്കിൻ നേരിട്ട് പരിമലയുടെ കുടുംബത്തെ ചോദ്യം ചെയ്യാനായി അവരുടെ വീട്ടിലേക്ക് പോകുന്നു. നിങ്ങളിൽ ആരോ ഒരാളാണ് വർഗീസിനെ കൊലപ്പെടുത്തിയത് എന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങൾ സ്വയം പറയുന്നോ അതോ ഞാൻ പറയണോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം നടന്ന കഥകളെല്ലാം മധുമിതയും പരാശക്തിയും പരിമലയും അമ്മ സ്വതന്ത്രയും എല്ലാവരും മിഷ്കിനോട് പറയുന്നു. ഈ കഥകളെല്ലാം കേട്ടതിനു ശേഷമാണ് മിഷ്കിൻ ആ കുടുംബത്തിന് വലിയൊരു സർപ്രൈസ് നൽകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ വർഗീസിനെ കൊന്നത് ആരാണെന്ന് എനിക്കറിയാമെന്ന് അദ്ദേഹം പറയുന്നു. അത് വേറെ ആരുമല്ല, പരിമലയുടെ മൂത്ത മകളായ പരാശക്തി പ്രണയിക്കുന്ന ചിട്ടു എന്ന് പറയുന്ന പയ്യനാണ് വർഗീസിനെ കൊലപ്പെടുത്തിയത് എന്ന് മിഷ്കിൻ പറയുന്നു. ഇത് കേട്ട ഉടനെ പരാശക്തിക്ക് വലിയ ഷോക്കാകുന്നു. മറ്റൊരു വശത്ത് പരിമലയ്ക്ക് ചിട്ടു ആരാണെന്ന് തന്നെ വലിയൊരു ഷോക്കായിരുന്നു. മിഷ്കിൻ എല്ലാ കഥകളും അവരുടെ അച്ഛനോട് വിശദമായി പറയുന്നു. ചിട്ടുവിനും വർഗീസിനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ചിട്ടു സാധാരണക്കാരനല്ല, അവനും ഒരു ഡ്രഗ് ഡീലറാണ്. ഇവർ രണ്ടുപേരും ആദ്യം നല്ലൊരു സൗഹൃദത്തിലായിരുന്നു ഡ്രഗ്സ് ഒക്കെ സപ്ലൈ ചെയ്തിരുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിന് ശേഷം ഇവർ തമ്മിൽ വഴക്കുണ്ടാവുകയും അത് ശത്രുതയായി മാറുകയും ചെയ്തു. അതുമാത്രമല്ല 25 കിലോഗ്രാം കൊക്കൈൻ ചതിച്ച് തട്ടിയെടുത്തു എന്നതിനാണ് ചിട്ടു വർഗീസിനെ കൊന്നു തള്ളിയത് എന്ന് പറഞ്ഞ് വലിയൊരു ഷോക്ക് നൽകുന്നു. ആ 25 കിലോ കൊക്കൈൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിനാണ് വലിയ ടാസ്ക്. ആ കൊക്കൈൻ ലഭിച്ചാൽ ഈ കേസ് ഒരു തീരുമാനമാകും എന്ന് മിഷ്കിൻ ആ കുടുംബത്തോട് പറയുന്നു. ഇത് കേട്ടതിനു ശേഷമാണ് ആ കുടുംബത്തിന് ശ്വാസം നേരെ വീഴുന്നത്. കാരണം ഇതുവരെ പരിമല വിചാരിച്ചിരുന്നത് സ്വതന്ത്രത്തിന്റെ ജ്യേഷ്ഠനും തന്റെ അനിയനും ചേർന്നാണ് വർഗീസിനെ കൊന്നതെന്നാണ്. സ്വതന്ത്രത്തിന്റെ സംശയം തന്റെ മകളെ രക്ഷിക്കാനായി പരിമല തന്നെയായിരിക്കുമോ വർഗീസിനെ കൊന്നതെന്നാണ്. മറ്റൊരു വശത്ത് മധുമിതയുടെ സംശയം ചിട്ടുവിനെ വെച്ച് പരാശക്തിയാണ് വർഗീസിനെ കൊന്നതെന്നാണ്. പരാശക്തിയുടെ സംശയം മധുമിത മാമന്മാരെ വെച്ച് വർഗീസിനെ കൊന്നു തള്ളിയതാണെന്നാണ്. ആ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും എല്ലാം മിഷ്കിൻ ഇപ്പോൾ ഒരു പരിഹാരം നൽകിയിരിക്കുകയാണ്. ഇവൻ തന്നെയാണ് കൊലപാതകം ചെയ്തത് എന്ന് പറഞ്ഞ്.
ഇവൻ കൊലപാതകം ചെയ്തു എന്നത് മാത്രമല്ല, ചിട്ടുവിനെ കണ്ട് അവൻ കൊലപാതകം ചെയ്തതിനെ കുറിച്ചുള്ള മൊഴിയെല്ലാം ഞാൻ വാങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ആ 25 കിലോ കൊക്കൈൻ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല. അത് പറയിപ്പിക്കണമെങ്കിൽ പരാശക്തി നീ വരണം എന്ന് പറഞ്ഞ് മിഷ്കിൻ പരാശക്തിയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ചെന്നപ്പോൾ പരാശക്തി ചിട്ടുവിനോട് ചോദിക്കുന്നു, നീ ഇങ്ങനെയുള്ളവനായിരുന്നോ? ശക്തി, ഞാൻ നിന്നോട് ഒരേ ഒരു കാര്യമേ മറച്ചു വെച്ചിട്ടുള്ളൂ. അത് ഈ ഡ്രഗ്സിന്റെ കാര്യം മാത്രമാണ്. അത് എന്റെ തെറ്റാണ്, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ ആ കൊലപാതകം ഞാൻ ചെയ്തിട്ടില്ല എന്ന് അവൻ പറയുന്നു. ഇൻസ്പെക്ടർ പറയുന്നു, നീ തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന്. എന്നാൽ അവൻ പറയുന്നു, ഞാൻ ചെയ്തിട്ടില്ലെന്ന്. ഇതിന് എന്താണ് അവസാനം എന്ന് അവർ ചോദിക്കുന്നു. അതിനൊക്കെ ഒരു ദിവസം ഞാൻ നിന്നോട് മറുപടി പറയാം. ആ കൊക്കൈൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ശക്തി ചോദിക്കുമ്പോൾ, ആ കൊക്കൈൻ വേറെ എവിടെയുമല്ല, നിന്റെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നവൻ പറയുന്നു. അത് കേട്ട് മിഷ്കിൻ ആ കൊക്കൈൻ സീസ് ചെയ്യാൻ ഉത്തരവിട്ട് അത് അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷന് പുറത്തു വന്ന മിഷ്കിനും പരിമലയും ശക്തിയെ നോക്കി ഒരു കാര്യം ചോദിക്കുന്നു. ആദ്യം മിഷ്കിൻ ശക്തിയോട് ചോദിക്കുന്നു, നിനക്ക് നവീനെ അറിയാമോ? അതെ, എന്റെ കോളേജ് മേറ്റാണ്, എന്റെ സുഹൃത്താണ് എന്നവൾ പറയുന്നു. അവൻ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത്. അവൻ വേറെ ആരുമല്ല മോളെ, അവൻ എന്റെ മകനാണ് എന്ന് മിഷ്കിൻ പറയുന്നു. എന്ത്, നിങ്ങളുടെ മകനാണോ എന്ന് ചോദിച്ച് അവൾ ഞെട്ടി നിൽക്കുന്നു. മറ്റൊരു വശത്ത് അവിടെ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് അച്ഛൻ ശക്തിയോട് മറ്റൊരു കാര്യം പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, വർഗീസിനെ യഥാർത്ഥത്തിൽ ആരാണ് കൊലപ്പെടുത്തിയത് എന്ന് ഇപ്പോൾ ഈ ക്ലൈമാക്സിനും ഈ സിനിമയ്ക്കും വലിയൊരു ട്വിസ്റ്റ് വരാൻ പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, വർഗീസിനെ യഥാർത്ഥത്തിൽ കൊലപ്പെടുത്തിയത് ചിട്ടു തന്നെയാണ്. പക്ഷേ ചിട്ടു ആര് പറഞ്ഞിട്ടാണ് കൊലപ്പെടുത്തിയത് എന്ന് നോക്കിയാൽ നമ്മുടെ മിഷ്കിൻ പറഞ്ഞിട്ടാണ്. മിഷ്കിൻ ഈ നാട്ടിലെ കഞ്ചാവും ലഹരി വസ്തുക്കളും എല്ലാം തടയണമെന്ന് കരുതി ഒരുപാട് കാലമായി പോരാടുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് പേർ മരിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ആ സാഹചര്യത്തിലാണ് തന്റെ സ്വന്തം മകൻ തന്നെ ഡ്രഗ്സ് കാരണം മരണപ്പെട്ടത് എന്ന് അദ്ദേഹം അറിയുന്നത്. ഹയർ ഓഫീസറോട് ഈ കാര്യം പറഞ്ഞിട്ടും അദ്ദേഹം വലിയ സപ്പോർട്ടൊന്നും നൽകിയില്ല. രാഷ്ട്രീയക്കാരെല്ലാം ചേർന്ന് ആ ഡ്രഗ്സ് ഇതിനുശേഷവും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് വർഗീസിനെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്ന് അദ്ദേഹം ശ്രമിക്കുന്നു. എന്നാൽ ഒരു ഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിന് മകനെ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയല്ല, ഇവനെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തണം എന്ന് മകൻ മരിച്ചതിനു ശേഷം മിഷ്കിൻ തീരുമാനിക്കുന്നു. ഇവനെ നമുക്ക് നേരിട്ട് കൊലപ്പെടുത്താൻ കഴിയില്ല, അതുകൊണ്ട് മറ്റൊരു ഡ്രഗ് ഡീലറെ വെച്ച് ഇവർ തമ്മിൽ അടിപിടി ഉണ്ടാക്കി ഇവനെ കൊലപ്പെടുത്തണം എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. അങ്ങനെ ചിട്ടുവും ഒരു ഡ്രഗ് ഡീലറാണെന്ന് മനസ്സിലാക്കി അവനെ വെച്ച് വർഗീസിനെ കൊന്നു തള്ളുന്നു. അതിനുശേഷം പതുക്കെ പതുക്കെ ആ ഡ്രഗ് മാഫിയയെ മുഴുവനായി തന്നെ മിഷ്കിൻ ഇല്ലാതാക്കുന്നു. ഇതാണ് സംഭവിച്ചത് എന്ന് പരിമല പരാശക്തിയോട് എല്ലാ കഥകളും പറയുന്നു. തിയേറ്ററിലുള്ള പ്രേക്ഷകർക്കെല്ലാം കഥ മനസ്സിലാകുന്നു. ഇപ്പോൾ വർഗീസിനെ കൊലപ്പെടുത്തിയത് ആരാണ്? മിഷ്കിൻ തന്നെയാണ്. സീൻ കട്ട് ചെയ്താൽ ഈ സിനിമയുടെ ഉത്തരം ലഭിക്കുകയാണ്.